Hello everyone, welcome back to Aptics Academy. ഇപ്പോൾ നമ്മൾ സ്കൂൾ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 1 and 2 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് യൂണിറ്റ് 3 ആണ്. അതിൻ്റെ പാർട്ട് 1 ആയിരിക്കും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. സോ ആസ് യു നോ, നമുക്ക് 5 യൂണിറ്റ്സ് ആണ് വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. സോ നമ്മൾ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ റിവ്യൂ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിൻ്റെ ആൻസർ ആയിട്ടുള്ള ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഏതെങ്കിലും ഭാഗങ്ങൾ ഇതിൽ മിസ്സായി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിലൊന്ന് അറിയിക്കാം, നമ്മളത് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്രസൻറ്റ് ഫ്യൂ ഡെഫിനിഷൻസ് ഫോർ ഇറ്റ്. സ്റ്റേറ്റ് ദ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. വാട്ട് ഈസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്? Explain its scope. Discuss the types and functions of administration. Explain the relation between management and administration, stating similarities and dissimilarities. Explain the scientific management theory of educational administration. Explain the administrative management theory in educational administration. Write a note on critical educational administration theory in educational administration. Explain the human relations approach theory in educational administration. Discuss the behavioral science approach theory in educational administration. Discuss the post-behavioral science approach theory in educational administration. Explain the meaning, definition and nature of leadership. Discuss the different styles of leadership and explain how leadership could be measured. Explain how leadership could be measured. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ചിലതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത്. മീനിങ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ശ്രദ്ധിക്കുക. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് റിഗാർഡഡ് ആസ് ദ പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് ദ അപ്രോപ്രിയേറ്റ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് ദാറ്റ് ആർ മെയ്ഡ് അവൈലബിൾ ആൻഡ് മെയ്ഡ് എഫക്റ്റീവ് ഫോർ അച്ചീവിംഗ് ദ പർപ്പസ് ഓഫ് എ പ്രോഗ്രാം ഓഫ് എൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സസും അതുപോലെ മെറ്റീരിയൽ റിസോഴ്സസിനെയും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സസും അതുപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സസിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പരിപാടിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കുക, എന്താണ് അഡ്മിനിസ്ട്രേഷൻ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഡസ് നോട്ട് റെഫർ ടു എനി സിംഗിൾ പ്രോസസ് ഓർ ആക്ട്. ഒരു സിംഗിൾ പ്രോസസ്സിനെയോ ആക്ടിനെയോ അല്ല പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് എ ബ്രോഡ് അംബ്രല്ല എൻകംപാസിംഗ് എ നമ്പർ ഓഫ് പ്രോസസ് സച്ച് ആസ് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ്. അപ്പോൾ ഒരു സിംഗിൾ ടേമിനെ അല്ല അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, പക്ഷേ അത് ഒത്തിരി ഒരു അംബ്രല്ല ടേമാണ്. അംബ്രല്ല ടേം എന്ന് പറഞ്ഞാൽ ഒരു കുടേനെ പോലെ എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ടേം. അപ്പോൾ അതിൽ ഉൾക്കൊള്ളുന്ന സാധനങ്ങളാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് എന്നുള്ളതൊക്കെ. ഇനി ഡെഫിനിഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ എന്തോരെണ്ണം മിസ്സായിട്ടുണ്ട്. അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, രണ്ടും സിമിലർ ആണ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ഡിഫൈൻഡ് ബൈ സ്കോളേഴ്സ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ്. ടു ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടേം വി മേ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഡെഫിനിഷൻസ്. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളത് കേട്ടോ. 5 ഡെഫിനിഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഒന്നാമത്തേത് ഗുഡ് പറഞ്ഞിട്ടുള്ളതാണ്. ഓൾ ദോസ് ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് എംപ്ലോയ്ഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് ആൻഡ് എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഇസ് ഡിഫൈൻഡ് ആസ് അഡ്മിനിസ്ട്രേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തൊക്കെ ടെക്നിക്സും എന്തൊക്കെ പ്രൊസീജിയേഴ്സും ആണോ ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും കാര്യം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതിനെയാണ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി സുരേന്ദ്രനാഥ് മുഖർജി പറഞ്ഞിട്ടുള്ളത് എന്താണ്? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ്സ് അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ ടു അപ്രോപ്രിയേറ്റ് സ്റ്റുഡൻറ്റ് ബൈ അപ്രോപ്രിയേറ്റ് ടീച്ചർ ബൈ വിച്ച് ദേ ക്യാൻ ബി able to become the best by using available maximum resources. അപ്പോൾ ഇതിൽ ഫുള്ളൊരു അപ്രോപ്രിയേറ്റിൻ്റെ കളിയാണ്. ആവശ്യമുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അപ്രോപ്രിയേറ്റ് ഉള്ള സ്റ്റുഡൻറ്റിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചർ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് ബെസ്റ്റ് കൊണ്ടുവരുന്നതിനെയാണ്
എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്രഹാം ബാൽഫോർ എന്താ പറയുന്നത്? എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ടു എനേബിൾ ദ റൈറ്റ് പീപ്പിൾസ് ടു റിസീവ് ദ റൈറ്റ് എഡ്യൂക്കേഷൻ ഫ്രം ദ റൈറ്റ് ടീച്ചേഴ്സ് അറ്റ് എ കോസ്റ്റ് വിത്തിൻ ദ മീൻസ് ഓഫ് സ്റ്റേറ്റ് അണ്ടർ കണ്ടീഷൻസ് വിച്ച് വിൽ ബി ഇനേബിൾ ദ പീപ്പിൾസ് ബെസ്റ്റ് ടു പ്രോഫിറ്റ് ബൈ ദിയർ ട്രെയിനിങ്. നേരത്തെ സുരേന്ദ്രനാഥ് മുഖർജി പറഞ്ഞിട്ടുള്ള അതേ ഇത് തന്നെയാണ്. പക്ഷേ ഇവിടെ ബെസ്റ്റ് എന്നുള്ളൊരു ടേം ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടാണ് അപ്രോപ്രിയേറ്റിനെ മാറ്റിയിരിക്കുന്നത്. ഇനി നോക്കുക, ഇതൊക്കെ ഞാൻ ജസ്റ്റ് വായിച്ചു പോകാം കേട്ടോ. നമ്മൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ യൂണിറ്റ് കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിളായി തോന്നുന്ന ഒരു ഡെഫിനിഷനെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാം ഏകദേശം സിമിലർ തന്നെയാണ്. പോൾ ആർ മോട്ട് പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ഇൻ ലാർജ് പാർട്ട് ദ ഇൻഫ്ലുവൻസിങ് ഓഫ് വൺ ഗ്രൂപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ദ പീപ്പിൾസ് ടു ഗ്രോ ടുവാർഡ് ഡിഫൈൻഡ് ഒബ്ജectives utilizing a second group of human beings, the teachers as agents, and operating in a setting of third group of human beings, the public, variously concerned with both objectives and with means used to achieve them. അതുപോലെ LS ചന്ദ്രകാന്ത് പറഞ്ഞിട്ടുള്ളത് although there is no single accepted definition of administration, there is general agreement that it is concerned with the dealing and coordinating of the activities of group of people. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കോർഡിനേറ്റിങ്ങും അതിൻ്റെ ഡീലിങ്ങും ഒക്കെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു നേച്ചറാണ് ഇവിടെ പറയുന്നത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഡസൻറ്റ് റെഫർ ടു എനി സിംഗിൾ പ്രോസസ്, റാദർ ഡിഫറെൻറ്റ് പ്രോസസ് ഓർ ആസ്പെക്ട്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അഡ്മിനിസ്ട്രേഷൻ. ദീസ് ആർ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ് ആൻഡ് ഇവാലുവേഷൻ. അപ്പോൾ ഒരു സിംഗിൾ പ്രോസസ്സ് അല്ല, പക്ഷേ ഒരു കൂട്ടമായിട്ടുള്ള പ്രോസസ്സാണ്. ഇനി ഇതൊരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആണ്. അതുപോലെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് പ്രൈമറിലി എ സോഷ്യൽ എന്റർപ്രൈസ് ആസ് ഇറ്റ് ഇസ് മോർ കൺസേൺഡ് വിത്ത് ഹ്യൂമൻ റിസോഴ്സസ് ദാൻ വിത്ത് മെറ്റീരിയൽ റിസോഴ്സസ്. അപ്പോൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലൊരു സോഷ്യൽ എൻ്റർപ്രൈസ് ആയിട്ടാണ് കാണുന്നത്. കാരണം അതിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് മെറ്റീരിയൽ റിസോഴ്സസിനെക്കാട്ടിലും കൂടുതലുള്ളത്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് മോർ എൻ ആർട്ട് ദാൻ എ സയൻസ്. അത് ഒരു ആർട്ടാണ്, സയൻസിനെക്കാട്ടിലും കൂടുതൽ. ദ റീസൺ ഇസ് ദാറ്റ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് പ്രിവെയിൽഡ് ഹിയർ ക്യാൻ ബി മെയിൻറ്റെയിൻഡ് ബൈ എനി സെറ്റ് ഓഫ് ഫോർമുല. കാരണം ഒരു സയൻസ് എന്ന് പറഞ്ഞ ഒരു ഫോർമുല ഉണ്ടാവും, എന്നാൽ ഹ്യൂമണിനൊരു ഫോർമുല ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരു ആർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ലെക്ചർ നോട്ട് കീപ്പ് ചെയ്യുക. Educational administration is similar to general administration in many ways, but it is also dissimilar to general administration in many more ways. അപ്പോൾ ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും കുറേ കാര്യത്തിൽ സിമിലർ ആണെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് കാര്യത്തിൽ ഡിസിമിലർ ആണ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ കോംപ്ലെക്സ് അഫെയർ. ഇനി എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ്റെ എയിംസും ഒബ്ജക്റ്റീവ്സും എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് ടു പ്രൊവൈഡ് പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു സ്റ്റുഡൻസ്, ടു എൻഷുർ അഡിക്വേറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ റിസോഴ്സസ്, എല്ലാ റിസോഴ്സസും ഉപയോഗിക്കുക, ടു എൻഷുർ പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് അമംഗ് ടീച്ചേഴ്സ്, ടു മൊബിലൈസ് ദ കമ്മ്യൂണിറ്റി, ടു ഗെറ്റ് ദ വർക്ക് ഡൺ, ടു എൻഷുർ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ്. ഇനി സ്കോപ്പ് നോക്കാം. ഒന്നാമത്തേതാണ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ എൻകംപാസസ് ഓൾ ദ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ഇറ്റ്സ് jurisdiction. എന്തൊക്കെയാണ്? പ്രീ പ്രൈമറി ഓർ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, എലിമെൻ്ററി ഓർ പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ ഓർ ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി ഓർ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഹയർ ഓർ ടെറിഷറി എഡ്യൂക്കേഷൻ. ഇത്രയാണ് ഒന്നാമത്തേതിൽ വരുന്നത്. ഇനി രണ്ടാമത്തേതിൽ ഇറ്റ് കവേഴ്സ് ഓൾ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ, ഫോർമൽ എഡ്യൂക്കേഷൻ, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ടീച്ചർ എഡ്യൂക്കേഷൻ, ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, MBA ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇത് സ്കോപ്പിൻ്റെ അണ്ടറിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ടുള്ള ഡെഫിനിഷൻസും അതുപോലെ തന്നെ എക്സ്പ്ലനേഷനും ഉണ്ടാവും. സോ അതൊന്ന് വായിച്ച് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രമാണ് പറയുന്നത്. എന്താണെന്ന് നിങ്ങൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട് ഈ മാനേജ്മെൻറ്റിൽ, അതാണ് പറയുന്നത്. ഒന്നാമത്തേത് ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ, നോമിനൽ അഡ്മിനിസ്ട്രേഷൻ, റിയൽ അഡ്മിനിസ്ട്രേഷൻ. ഇനി അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ആസ്പെക്റ്റുകൾ കവർ ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. പ്ലാനിങ്,
ഓർഗനൈസേഷന്, കോർഡിനേറ്റിംഗ്, സൂപ്പർവൈസിങ്, കൺട്രോളിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇതിന് മുമ്പുള്ള യൂണിറ്റുകൾ നമ്മൾ ഇത് ഓരോന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി ഇതിന് തന്നെ വേരിയസ് ലെവൽസിലാണ്. ഒന്ന് സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ഡിസ്ട്രിക്ട് ലെവൽ, ബ്ലോക്ക് ലെവൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ. ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കറിയാം. സെൻട്രൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ലെവലിൽ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെ, ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലയുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ഓരോ ബ്ലോക്കുകളുണ്ടാവും. അതിലും താഴെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. ഈ അഡ്മിനിസ്ട്രേഷൻ്റെ ടൈപ്പുകളാണ് ഡെമോക്രാറ്റിക്, ഓട്ടോക്രാറ്റിക് ഓർ അതോറിറ്റേറിയൻ, പിന്നെ ലേസി ഫെയർ. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. Democratic administration is best suited to modern countries and peoples of government of the people, by the people and for the people is echoed throughout the world. ഡെമോക്രസി നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ ഒരു ഡെമോക്രാറ്റിക് ഭരണമാണ് അല്ലേ. അപ്പോൾ എന്താണ്, ആളുകൾ തിരഞ്ഞെടുക്കുന്ന, ആളുകളാൽ തിരഞ്ഞെടുക്കുന്ന, ആളുകൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകളെയാണ് ഡെമോക്രസി എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേഷനെയാണ് നമ്മൾ ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം അല്ലേ. ഇനി ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസി ഈസ് എ സിസ്റ്റം which believes in extracting work through blind obedience and fortunately it is a fading away. അപ്പോൾ നമുക്കറിയാം ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെയിൻ ബോഡിയാണുള്ളത്, അവിടെ പീപ്പിളിന് ഒരു പങ്കുമില്ല. ഇനി ലേസി ഫെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ദ സിസ്റ്റം there will not be any rigid control. ഒരു റിജിഡ് കൺട്രോൾ ഉണ്ടാവില്ല. റോൾ ഓഫ് ദ ലീഡർ ഇസ് മിനിമൽ ആൻഡ് റോൾ ഓഫ് ദ മാനേജ്മെൻറ്റ് ഈസ് ആബ്സെൻറ്റ്. ഇവിടെ ലീഡറിൻ്റെ റോള് വളരെ കുറവാണ്, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആബ്സെൻ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ഡയറക്ട്ലി കൺസേൺഡ് വിത്ത് ദ വർക്ക് റിയാക്ട് ടു ദ പ്രിവെയിലിംഗ് സിറ്റുവേഷൻ ആൻഡ് ടേക്ക് ഡിസിഷൻസ്. ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പുമായിട്ട് കൺസേൺഡ് ആയിട്ടുള്ള ആളുകളാണ് അതിൽ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദിസ് ഫ്രീഡം ഇസ് സ്യൂട്ടബിൾ ഓൺലി ടു സെലക്ട് റെസ്പോൺസിബിൾ ഗ്രൂപ്പ്സ്. ഇനി അതിൻ്റെ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഡെമോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, ഓട്ടോക്രാറ്റിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്. അപ്പോൾ ഞാനിത് വായിച്ചു പോകാം, കാരണം അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പോയിൻറ്റ്സ് മനസ്സിലാകും. ഡിസിഷൻസ് ആർ ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് കൺസെൻസസ്. സ്റ്റാഫ് മെമ്പേഴ്സ് കൺസൾട്ടഡ് ആർ ബിഫോർ ഡിസിഷൻസ് ആർ ടേക്കൺ. ഇനി ഓട്ടോക്രാറ്റിക്കിലാണെങ്കിൽ ഡിസിഷൻ ആർ ടേക്കൺ ബൈ ദ അതോറിറ്റി കൺസേൺഡ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ദ ഹെഡ് ഈസ് ഓൺലി ദ ഫസ്റ്റ് അമംഗ് ഈക്വൽസ്. അതോറിറ്റി അസ്യൂംസ് ആൻ എയർ ഓഫ് സുപ്പീരിയോറിറ്റി. പ്ലാനിംഗ്, മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദ ട്രാൻസ്പെറൻറ്റ് മാനർ. എന്നാലും മറ്റൊടുത്തത് കോൺഫിഡൻഷ്യലാണ്. നമുക്കെല്ലാം അറിയാം അല്ലേ, എന്തൊക്കെയാണ് പ്ലാന്, മോണിറ്ററിംഗ് ഒക്കെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് അറിയാം. പക്ഷേ ഓട്ടോക്രാറ്റിക് ഉള്ളത് കോൺഫിഡൻഷ്യൽ ആയിട്ടാണത് നിൽക്കുന്നത്. ദർ ഇസ് എ റെക്കഗ്നീഷൻ ആൻഡ് റിവാർഡ് ഫോർ സ്റ്റാഫ് മെമ്പേഴ്സ് പെർഫോമിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് വർക്ക്. എന്നാൽ അച്ചീവ്മെൻറ്റ് ആൻഡ് ഡെഡിക്കേറ്റഡ് വർക്ക് വിൽ ഗോ അൺനോട്ടിസ്ഡ്. അതൊന്നും നോട്ടീസ്ഡ് അല്ലാണ്ട് പോകും. ദർ ഇസ് എ ഷെയറിംഗ് ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി. പവർ ഇസ് റിറ്റെയിൻഡ് ബൈ ഓട്ടോക്രാറ്റ്. Students' views are also taken into consideration. Students' views are not invited. Team spirit will prevail. Obedience is expected. Innovations and creativity are encouraged. Rules and regulations are enforced. Constructive criticism is welcomed. No place for dissent. Believes in educating, training and persuasion to introduce changes. Believes in implementing orders. അപ്പോൾ ഞാനിങ്ങനെ രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് പറഞ്ഞത് ആ ഒരു രീതി മനസ്സിലാക്കാനാണ്. ഡെമോക്രാറ്റിക് രീതിയും ഓട്ടോക്രാറ്റിക് രീതിയും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നോക്കുക, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ദ പ്രൈം കൺസേൺ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എനി പ്രോഗ്രാം ഇസ് പ്രോപ്പർ അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് പ്രീഫിക്സ്ഡ് പർപ്പസസ് ആൻഡ് ഗോൾസ്. ദിസ് ബിക്കംസ് പോസിബിൾ ത്രൂ അഡിക്വേറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ബോത്ത് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ് വിത്ത് ദ പർപ്പസ് ഓഫ് ബ്രിങ്ങിങ് ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ പ്രോഗ്രാം. ഇതൊക്കെ നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കേട്ടോ. ഫോർ ദിസ് ദർ ഈസ് എ നെസസിറ്റി ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ആർ ആക്സെപ്റ്റഡ് ആസ് ഫങ്ഷൻസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇൻ ഓർഡർ ടു സിംപ്ലിഫൈ, ഇറ്റ് ക്യാൻ ബി സെഡ് here the proper management of a program needs various aspects that are regarded as functions of administration. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാനിങ്, ഓർഗനൈസേഷൻ, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ്, ഇവാലുവേറ്റിംഗ്. ബട്ട് സ്റ്റിൽ ഒന്നും കൂടെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്ലാനിങ് എന്താണ്? പ്ലാനിങ് ഇൻവോൾവ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിറ്റർമൈനിങ് എ കോഴ്സ് ഓഫ് ആക്ഷൻ ഫോർ അച്ചീവിങ് ദോസ് ഒബ്ജക്റ്റീവ്സ്. ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പേ എടുക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുക. ഇൻ എ പ്ലാൻ പ്രയോറിറ്റീസ് ആർ ലിസ്റ്റഡ്. ഒരു പ്ലാനിങ്ങിൽ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് ആവശ്യങ്ങളെന്ന് ലിസ്റ്റ് ചെയ്യും, ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യും, അതുപോലെ തന്നെ അതിനനുസരിച്ചായിരിക്കും ആക്ഷൻസ് ഉണ്ടാവുന്നത്. റിസോഴ്സസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ആയിക്കോട്ടെ ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്ലാൻ ആൻഡ് കൺസ്ട്രെയിൻസ് ആർ കെയർഫുള്ളി കൺസിഡേർഡ് വൈൽ ചോക്കിംഗ് ഔട്ട് എ പ്ലാൻ. അപ്പോൾ ഇതിനാണ് പ്ലാനിങ് എന്ന് പറയാം.
നമുക്ക് അറിയുന്നതാണ് കേട്ടോ ഇതൊക്കെ. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ വിച്ച് ഇൻവോൾവ്സ് പ്രൊവൈഡിംഗ് ദ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എംപ്ലോയിങ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഇൻ അഡീക്വേറ്റ് നമ്പർ. ആവശ്യത്തിനുള്ള ആളുകളെയും ഒക്കെ സെറ്റാക്കുക. ഓർഗനൈസിംഗ് ഈസ് ഓൾസോ കൺസേൺഡ് വിത്ത് ഓർഗനൈസേഷണൽ ഡിസൈൻ ആൻഡ് ദ ജോബ് ഡിസൈൻ. Organization design provides a graphic representation of the chain of command within the organization, and job design refers to the duties and responsibilities of individual jobs as well as the manner in which the duties should be carried out. അപ്പോൾ ഓർഗനൈസിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ 2 ടേമാണ് വരുന്നത്, ഓർഗനൈസേഷണൽ ഡിസൈനും ജോബ് ഡിസൈനും. ഓർഗനൈസേഷണൽ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗ്രാഫിക് റെപ്രസെൻറ്റേഷനാണ് കൊടുക്കുന്നത്. എന്നാൽ ജോബ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽ ജോബ്സ് ആണ്. ഇനി ഡിറക്റ്റിംഗ് അല്ലെങ്കിൽ ഡിറക്ഷൻ എന്ന് പറയുന്നത് ഇൻവോൾവ്സ് ഗെറ്റിംഗ് വർക്ക് ഡൺ ത്രൂ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ്. ദർ ഷുഡ് ബി പ്രോപ്പർ സൂപ്പർവിഷൻ, മോട്ടിവേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ഫോർ ഗെറ്റിംഗ് ദ വർക്ക് ഡൺ. അപ്പം യഥാർത്ഥ രീതിയിൽ ഒരു മേലധികാരി വേണം ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതാണ് കോർഡിനേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റിംഗ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തു പോരുക. എന്തിനൊക്കെ? പേഴ്സൺസ്, മെറ്റീരിയൽസ് ആൻഡ് ഐഡിയാസ് ആർ ഇൻ്റർവോവൺ ആൻഡ് ഇറ്റ്സ് നെസസറി ടു ഇൻറ്റഗ്രേറ്റ് ദം പ്രോപ്പർലി സോ ആസ് ടു അച്ചീവ് ദ സെറ്റ് ഒബ്ജക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ കോർഡിനേറ്റ് ചെയ്ത് പോയി ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇതിൽ മാനേജിങ് പീപ്പിൾ വിൽ ബി വേറെ എന്തും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, എന്നാൽ ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചിലപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാറുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് എംപ്ലോയീസിൻ്റെ കേസിലൊക്കെ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോയാലേ ഒരു വർക്ക് നമുക്ക് ഡൺ ആയിട്ട് കിട്ടുള്ളൂ. അടുത്തതാണ് കൺട്രോളിങ്. കൺട്രോളിങ് ഇൻവോൾവ്സ് കണ്ടിന്യൂസ് മോണിറ്ററിങ് ആൻഡ് മെഷറിംഗ് പെർഫോമൻസ്, പ്രൊവൈഡിംഗ് ഫീഡ്ബാക്ക്, ഗൈഡൻസ് ആൻഡ് കറക്ഷൻ whenever necessary. Performance of the staff should be observed and incentives and disincentives may be used as the occasion demands. ലാസ്റ്റത്തേതാണ് ഇവാലുവേഷൻ. നമുക്കറിയാം ചെയ്ത വർക്കിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് all plan schemes and programs have to be evaluated in comparison with a target. ഒരു ടാർഗറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, അതൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ, എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കുക. അത് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി മാത്രമല്ല ഹെൽപ്പ് ചെയ്യുന്നത്, ഇനി ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് അതെങ്ങനെ ആയിരിക്കണം, ഇതിൽ നിന്ന് എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് വരുത്തിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ 3 പോയിൻറ്റ്സ് ആണ് വരുന്നത്: പെർഫോമൻസ് അപ്രൈസൽ ഓഫ് ദ പ്രോഗ്രാംസ്, പെർഫോമൻസ് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റാഫ് ആൻഡ് ഇവാലുവേഷൻ ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. സോ ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ ഒരു 17 മിനിറ്റ്സ് ലെങ്ത് ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഏകദേശം പോയിൻറ്റ്സ് ഒക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാർട്ട് 2 കൂടെ ഈ വീഡിയോക്ക് ഉണ്ടാകും. സോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയിക്കുക. ആൻഡ് സ്കൂൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പർ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ. നമുക്ക് ഓരോ ടേംസും ഇൻ ഡീറ്റെയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല, പക്ഷേ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.